പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് പ്രാർത്ഥന ചോദിച്ച് അവരുടെ പല പ്രയാസങ്ങളും സങ്കടങ്ങളും അവരുടെ പല പ്രശ്നങ്ങളും അതിനൊരു സൊല്യൂഷൻ പരിഹാരത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് പലരും വിളിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ നിന്ന് ഒരു സഹോദരൻ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ആ സഹോദരൻ നിൽക്കുന്നത്. സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഭാര്യ മരണപ്പെട്ടു, ശാരീരികമായിട്ടല്ല കേട്ടോ. മകളുണ്ട്, ഒരു മകനുമുണ്ട്. ഇയാള് റബ്ബർ വെട്ടി കൂലിപ്പണി എടുത്തിട്ടൊക്കെയാണ് ഇയാള് കുടുംബം പോറ്റുന്നത്. അപ്പം അന്ന് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് തന്നു. ശരീരം മുഴുവൻ ശരീരത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ട് 3 ദിവസം ഉപവസിച്ച് വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അതായത് ചിരട്ട കത്തിച്ച് കരി ഉണ്ടാക്കി അത് ഇടിച്ചു പൊടിച്ച് ആനാവെള്ളം കൊണ്ട് കുഴച്ചിട്ട് ശരീരത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വളരെ രഹസ്യമായിട്ട് 3 ദിവസം ഉപവസിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് മെസ്സേജ് തന്നു. അത് ആ സഹോദരനോട് പങ്കുവെച്ചു. ആ സഹോദരനെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ആ സഹോദരന്റെ പല പ്രശ്നങ്ങളും പിന്നീട് എന്നോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പൊ പലപ്പോഴും ഞാൻ വിചാരിച്ചു, അതെന്തായിരിക്കും അത്രയും വലിയ കഠിനമായിട്ടൊക്കെ ആ സഹോദരൻ പ്രാർത്ഥിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്തെന്നാണ് പറഞ്ഞത്. അതുപോലെ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ പുള്ളി ചെയ്തു. എന്നിട്ട് പിന്നെ മാസങ്ങൾ കടന്നുപോയി. ഏകദേശം ഒരു 8-9 മാസം, കുറെ മാസങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞപ്പം ഒരു ദിവസം അയാളെ വിളിച്ചിട്ട് അയാളുടെ മകളും മരണപ്പെട്ട വിവരം എന്നോട് പങ്കുവെച്ചു. അങ്ങനെ അതും ശരീരത്തിലല്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അങ്ങനെ മാനസികമായിട്ട് തകർന്ന തരിപ്പണമായിട്ടിരിക്കുന്ന ആ വ്യക്തി എന്നോട് മകന്റെ ഒരു അഡ്മിഷന് വേണ്ടി +1 സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് 15,000 രൂപ അയാൾ പറഞ്ഞു. ഞാൻ ഒത്തിരി സ്ഥലത്ത് ചോദിച്ചു ബ്രദറെ, ഒരാൾ വായ്പ പോലും തരുന്നില്ല, ഞാൻ ആകെ വിഷമിച്ചിരിക്കുക, എന്നാ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തവുമില്ല. പള്ളി നടത്തുന്ന സ്കൂളാണ്, അവിടെ കൊടുക്കേണ്ടതിന്റെ പകുതി അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വലിയ പൈസ വേണം, പക്ഷെ അതിന്റെ പകുതി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അതുപോലും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നൊരു ചിന്ത അനുസരിച്ച് ഞാൻ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ മേടിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ മേടിച്ചിട്ട് എനിക്കറിയാവുന്ന ഒരു 2-3 വ്യക്തികൾ, വിദേശത്ത് ഉൾപ്പെടെ 2-3 വ്യക്തികൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എത്ര കിട്ടുമായിരിക്കും എന്നൊക്കെയുള്ള പല ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് 15,000 രൂപ ഒരാൾ അയച്ചു കൊടുത്തായിട്ട് ഇയാളോട് പറഞ്ഞു. അതിനുശേഷം പിന്നെ മറ്റൊരു വ്യക്തി 10,000 അയച്ചു കൊടുത്തു, മറ്റൊരു വ്യക്തി 3,000 രൂപ അയച്ചു കൊടുത്തു. ഇങ്ങനെ അയക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇയാൾക്ക് ആവശ്യത്തിന് പൈസ ആകുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു വ്യക്തി 12,000 രൂപ അയച്ചു കൊടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് 40,000 രൂപ ഇയാൾക്ക് കിട്ടുമെന്ന്. പ്രിയപ്പെട്ടവരെ, 40,060 രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. അതിനുശേഷം ഒരു സ്ഥലത്തുനിന്നും പിന്നെ പൈസ വന്നില്ല. അതുവരെയും ഇയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കുറെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. മോന്റെ വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യത്തിനുള്ള പണം ഇതെല്ലാം നടന്നു കിട്ടി. ഈ 15,000 രൂപ പല സ്ഥലത്തും വായ്പയായിട്ട് ചോദിച്ചു നടന്ന ആ മകനെ അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം വരെ കാത്തിരിക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മുമ്പ് ഞാനൊരു ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തു. ദശാംശം എങ്ങനെ കൊടുക്കണം, ഈശോയെ പാർട്ട്ണറാക്കണം ജീവിതത്തിൽ, അതിൽ ഈശോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10 വിഹിതം ഈശോയ്ക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞിരുന്നു, എങ്ങനെയുള്ള വ്യക്തികൾക്ക് പൈസ കൊടുക്കണമെന്ന്. എന്നാൽ ഇന്ന് ഞാൻ അന്ന് പങ്കുവയ്ക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയുകയാണ്. അന്യായമായിട്ട്, വചനത്തിന് വിരുദ്ധമായിട്ട്, ദൈവഹിതത്തിന് വിപരീതമായിട്ട് നമ്മൾ സമ്പാദിക്കുന്ന പൈസ പോലും തമ്പുരാന് വേണ്ട കേട്ടോ. തമ്പുരാന്റെ മഹത്വത്തിനായിട്ട്, തമ്പുരാന്റെ ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങനെ ഒരു പൈസ പോലും തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളത് കൊടുത്ത് നിങ്ങൾ കള്ള് വിറ്റും കഞ്ചാവ് വിറ്റും മയക്കുമരുന്ന് വിറ്റും പിന്നെ മറ്റ് തെറ്റായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ ഏതെങ്കിലും ഒരു ബ്രദറിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട്, ഇതുപോലെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലോ അല്ലെങ്കിൽ അതുകൊണ്ട് കുറെ പാപങ്ങൾ കൊടുത്താലൊന്നും നിങ്ങൾ ചെയ്ത പാപത്തിന് യാതൊരു പരിഹാരം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ പ്രവർത്തികൾ ദൈവസന്നിധിയിൽ ന്യായീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. അധ്വാനിച്ച് വേർപ്പൊഴുക്കി സത്യസന്ധമായിട്ട് ഉണ്ടാക്കാത്ത ഒരു പൈസയും കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. അത് വെറും തെറ്റിദ്ധാരണയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമുണ്ട്.
ഈ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിലരെയൊക്കെ മനസ്സിലാക്കുകയായിരുന്നു. ശുശ്രൂഷയ്ക്കായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊരു സഹായം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെ അവര് ആ വഴിക്ക് അവരെ കാണുന്നില്ല. അയച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുടെ ഒരു മെസ്സേജ് പോലും അവർ എടുക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു കാര്യം. പലർക്കും കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല, ഉത്തരത്തിലുള്ള എടുക്കണം. അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടണം. എന്നാൽ ശുശ്രൂഷ ചെയ്യുന്നവയോ ശുശ്രൂഷയോ ഒന്നും സഹായിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. സഭയുടെ ആരംഭഘട്ടത്തില് വിശുദ്ധ പത്രോസിന്റെ ഒക്കെ കൂട്ടത്തിൽ അവരുടെ കൂട്ടായ്മയിൽ ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടി വിശ്വാസത്തിൽ വന്ന് പരിശുദ്ധാത്മാവിനെ സ്നാനം സ്വീകരിച്ച അനവധി ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ സഭയിലേക്ക് ഇവരുടെ സ്വത്തുക്കളെല്ലാം കൊണ്ടുവന്നു, എല്ലാം പങ്കുവെച്ചു. അങ്ങനെയാണ് സഭയുടെ ആരംഭം. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? ആരും ഒന്നും തങ്ങൾക്കായിട്ട് മാറ്റി വെച്ചില്ല. എല്ലാം പൊതുവായിട്ട് കൊണ്ടുവന്ന് പൊതുവായിട്ട് എല്ലാവരുടേതായിട്ട് കരുതി. ഇപ്പം 1,00,000 രൂപയുള്ളവനും 1000 രൂപയുള്ളവനും എല്ലാം അവർ കൊണ്ടുവന്നത് അവരുടെ തുല്യമായിട്ട് അവർ കരുതി. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒരു അനനിയാസും ഒരു സഫീറയും ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവരെന്ത് ചെയ്തു? അവര് ദൈവസന്നിധിയിൽ പങ്കുവെക്കേണ്ട ഓഹരി അവര് കുറച്ച് മാറ്റിവെച്ചു, രഹസ്യമായിട്ട് മാറ്റിവെച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? നുണ പറഞ്ഞു. അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു, ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കീഴിൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിരവധി വ്യക്തികൾ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി മൂലം തകർന്ന തരിപ്പണമായി പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് പലരും വിളിക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ സമ്പാദിച്ച സ്വത്ത്, നിങ്ങൾ നേടിയെടുത്ത ധനം, അത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ്, നിങ്ങളുടെ മികവുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ആ ഉണ്ടാക്കിയ സ്വത്തിന്റെ ആ ഒരു ധനത്തിന്റെ അതിൽ 10 ഓഹരി ദൈവമഹത്വത്തിനായിട്ട് നിങ്ങൾ കൊടുക്കാതെ അതും കൂടെ നിങ്ങൾ മാറ്റി വെക്കുമ്പോൾ, ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചതാണ്, വിദേശത്ത് 20 വർഷത്തോളം ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ ധനം, അതിൽ 1 കോടി രൂപ ഒരു സ്ഥലത്ത് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അവരുടെ ബന്ധത്തിൽ ഒരു വ്യക്തി വളരെ തന്ത്രപൂർവ്വം ഒരു രേഖ പോലും കൊടുക്കാതെ ആ പൈസ വായ്പയായിട്ട് മേടിച്ചെടുത്ത് അത് പിന്നെ ഇന്ന് വരെ ആ പൈസ കൊടുത്തിട്ടില്ല. അവര് സാമ്പത്തികമായിട്ട് തകർന്നുപോയി എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പൈസ പോലും ദാനം ചെയ്യാതെ ദൈവമഹത്വത്തിനായിട്ട് കൊടുക്കാതെ ഇങ്ങനത്തെ ഒരു കൂട്ടി വെക്കുന്നതെല്ലാം എന്ത് ചെയ്യും? അവസാനം ഈ വെള്ളപ്പൊക്കം പോലെ ഒരുമിച്ചൊരു പോക്കം പോകും. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? പത്രോസിന്റെ മുമ്പിൽ ആദ്യം ഭർത്താവും പിന്നെ ഭാര്യയും മരിച്ചു വീണു. അതാണ് അവിടെ സംഭവിച്ചത്. നുണ പറഞ്ഞതിനെ ചൊല്ലി, പരിശുദ്ധാത്മാവിനോട് നുണ പറഞ്ഞതിന് അവർ ആ നിമിഷം തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ സമ്പത്ത് പങ്കുവെക്കാതെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ സ്വാർത്ഥപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടണം. നമുക്ക് സമാധാന, സ്വസ്ഥത, ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹം വേണം. പക്ഷെ ദൈവമഹത്വത്തിനായിട്ട് ഒരു സഹായം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ദൈവമഹത്വത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ദൈവദാസനെ, ദൈവമകനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പൈസ ഒരു ദാനം ചെയ്ത് സഹായിക്കാൻ നമുക്ക് മനസ്സില്ല. പിന്നെ നമ്മൾ എങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെ മരിക്കാതിരിക്കും? നമ്മൾ ആത്മീയമായിട്ട് എങ്ങനെ മരിക്കാതിരിക്കും? ഇവിടെ സഫീറയും അനനിയാസും മരിച്ചു വീണെന്ന് പറയുന്നു. ഇന്ന് പലരും മനസ്സുകൊണ്ട് മരിച്ച അവസ്ഥയിലാണ്. 1 കോടി രൂപ വഞ്ചിക്കപ്പെട്ട് നഷ്ടപ്പെട്ട ആ ഒരു കുടുംബം അവർ മരിച്ച അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സായാഹ്നത്തില് ദൈവത്തിന്റെ നാമത്തില് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അന്യായമായിട്ട് ദൈവകൃപയ്ക്ക് വിപരീതമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൈസ പോലും നിങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് ദൈവനാമത്തിൽ നിങ്ങൾ ആർക്കും കൊടുക്കണ്ട. അത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാക്കപ്പെടുകയില്ല. നിങ്ങളുടെ പാപത്തിന് അവിടെ ഒരു പരിഹാരം കിട്ടുകയുമില്ല. ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലും, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പുതിയൊരു കൃപ തരട്ടെ, പുതിയൊരു വഴി തെളിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.